ഹായ് കുട്ടികളെ, മാതാപിതാക്കളെ, കീം എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ഓൺലൈൻ പോർട്ടലിൽ ഫെസിലിറ്റി ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ മുതൽ നമ്മൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആരും തിരക്ക് വെക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. ദയവായി നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് ലഭിക്കുന്നതിലേക്കും നിങ്ങൾക്ക് അബദ്ധങ്ങൾ സംഭവിക്കാതെ തന്നെ ഒരു നല്ല കോളേജും നല്ല ബ്രാഞ്ചിലേക്കും നല്ല ഒരു ഓപ്ഷൻ ലിസ്റ്റ്, പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യുന്നതിലേക്കുമായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനൊരു വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിലേക്കായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻസും ഓൺ ചെയ്യുക. എൻ്റെ പേഴ്സണൽ കൗൺസിലിംഗ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങളെ എൻ്റെ വാട്സപ്പ് ബിസിനസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷനുകളിൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ട് എങ്കിൽ, ആ ലിസ്റ്റിൽ എന്തെങ്കിലും തിരുത്തു വരുത്തേണ്ടതായിട്ടുണ്ട് എങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സഹായം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവരെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഇനി നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. ഈ വീഡിയോ പൂർണ്ണമായും കാണുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം എന്തെങ്കിലും ഒരു പോയിന്റ് വിട്ടുപോകുന്നത് കൊണ്ട് നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾക്ക് അറിയാവുന്നത് 29/7 മുതൽ എൻട്രൻസ് കമ്മീഷണറുടെ പോർട്ടലിൽ നമുക്ക് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എൻട്രൻസ് കമ്മീഷണറുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻട്രൻസ് കമ്മീഷണറുടെ അക്കൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ട പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. അത് ഒന്നുകിൽ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആയോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുവാനായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാവരും ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി തന്നെ പേയ്മെൻറ്റ് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ചെല്ലാൻ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുമാണ്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ വരുന്ന എല്ലാവർക്കും 2000 രൂപ അടച്ച് ഈ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള എലിജിബിലിറ്റി കരസ്ഥമാക്കാവുന്നതാണ്. എന്നാൽ SC/ST കാറ്റഗറി, അതുപോലെ തന്നെ ഗവൺമെൻറ് ജുവനൈൽ ഹോംസിലുള്ള കുട്ടികൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ എലിജിബിലിറ്റിക്ക് വേണ്ടി 500 രൂപ മാത്രമാണ് അടയ്ക്കേണ്ടത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഡേറ്റുകളിലേക്ക് പോകാം. ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകാം. കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകളും ഒരുപാട് കാര്യങ്ങളും നിങ്ങളോട് പറയുവാനായിട്ടുണ്ട്. 29/7 മുതൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ആരും തിരക്ക് വെക്കേണ്ടതായിട്ടില്ല. 1-ാം തീയതിയോ 2-ാം തീയതിയോ ആയിട്ടാണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. കാര്യം 2-ാം തീയതി മാക്സിമം നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്താൽ 3-ാം തീയതിക്ക് ശേഷം 4-ാം തീയതി എൻട്രൻസ് കമ്മീഷണറുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതാണ്. അപ്പോൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മൾക്ക് കിട്ടിയ ട്രയൽ അലോട്ട്മെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം സബ്മിറ്റ് ചെയ്ത ഓപ്ഷൻ രജിസ്ട്രേഷനുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാനായിട്ട് നമുക്ക് സമയം കിട്ടുന്നതാണ്. 5-ാം തീയതി രാവിലെ 11 മണി വരെയാണ് നമുക്ക് ഓപ്ഷനുകൾ സബ്മിറ്റ് ചെയ്യുവാനുള്ള അവസാന ടൈം പീരീഡായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതിന് ശേഷം 7-ാം തീയതി നമുക്ക് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. 7-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 8-ാം തീയതി തന്നെ ഫൈനലായിട്ടുള്ള ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം നമ്മൾ ഏത് കോളേജിലേക്കും അതുപോലെ തന്നെ ഏത് ബ്രാഞ്ചിലേക്കുമാണ് ജോയിൻ ചെയ്യേണ്ടത് എന്ന് അപ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു മെമ്മോ കൂടി നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ മെമ്മോയാണ് നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മെമ്മോയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൺഫേം ചെയ്യാനായി എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള എമൗണ്ടും സൂചിപ്പിച്ചിട്ടുണ്ടാകും. നമ്മളിപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ എലിജിബിലിറ്റിക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന 2000 രൂപ കുറച്ചിട്ട് 8000 രൂപയോളം ആയിരിക്കും നമുക്ക് ആ സമയത്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അതും ഈ പറയുന്നത് പോലെ തന്നെ ഒന്നുകിൽ ഓൺലൈൻ ഓപ്ഷൻ വഴിയോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ നിങ്ങൾക്ക് ആ 8000 രൂപ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 8000 രൂപ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൺഫർമേഷൻ ആകുക. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം കൊടുക്കുന്ന അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പിന്നീട് നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആദ്യം കൊടുക്കുന്ന പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പേയ്മെൻറ്റ് അടച്ച് കൺഫേം ചെയ്യുവാനായി, അതായത് ഈ 8000 രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യുവാനായി 8/8 മുതൽ 12/8 വരെ നമുക്ക് സമയം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ 12-ാം തീയതിക്ക് മുന്നേ ഈ ഒരു പേയ്മെൻറ്റ് അടച്ച് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കൺഫേം ചെയ്യാത്ത കുട്ടികളെ എല്ലാവരെയും തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് എൻട്രൻസ് കമ്മീഷണർ ഒഴിവാക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ സ്പോട്ട് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതിനാൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. നോട്ടുകൾ എഴുതിയെടുക്കണമെന്നുള്ളവർ നോട്ടുകൾ എഴുതിയെടുത്ത് വെച്ച് മിസ്റ്റേക്ക് പറ്റാതെ തന്നെ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഓർഡറിൽ നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അനുസരിച്ചിട്ട് ഓരോ ടൈപ്പ് കോളേജുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് നിങ്ങൾ കരുതേണ്ട ഫീസും മറ്റ് വിവരങ്ങളും അടുത്ത വീഡിയോയിൽ ഞാൻ പങ്കിടുന്നതാണ്.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശദവിവരങ്ങളുമായിട്ട് കാണാം.